അനഘ ഒന്ന് തുടരൂ. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ അരുൺ മോഹൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ അരുൺ മോഹൻ, ഇന്നലെ വൈകിട്ട് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ ഈ ഭീകര സംഘടനയായിട്ടുള്ള SDPI നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോട്ടാങ്ങൽ മാതൃക അത് ഇനിയും തുടരും എന്നതാണ്. അതായത് കഴിഞ്ഞ 5 വർഷക്കാലം കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം CPM LDF നടത്തിയത് SDPI എന്ന ഭീകര സംഘടനയുടെ ഒരംഗത്തിന്റെ പിന്തുണയിലാണ്. അത് നമുക്കറിയാവുന്നതാണ്. ആ വിഷയം നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്തരം ബാന്ധവം വേണമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകും എന്ന് ഒരു ഭീകര സംഘടന പരസ്യമായി പറയുകയാണ്. അതും താങ്കൾക്ക് കൃത്യമായ ബോധ്യമുള്ള, താങ്കൾ അടങ്ങുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കോട്ടാങ്ങൽ എന്നത്. അത് മാതൃകയാക്കിയുള്ളൊരു ബാന്ധവം സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന് SDPI പറയുന്നു. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. കാര്യം കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ തവണ SDPക്ക് ഉണ്ടായിരുന്ന സീറ്റ് വെറും ഒരെണ്ണം മാത്രമാണ്. ഈ SDPയുടെ പിന്തുണ ഇല്ലാതെ ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ള സാഹചര്യം വന്ന സമയത്ത് പല തവണകളിലായി നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല അവസരങ്ങളിലും ഈ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം താൽക്കാലികമായി പിന്തുണ വേണ്ട എന്ന് പ്രഖ്യാപിച്ച LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസം തന്നെ SDPയുടെ പിന്തുണയോട് കൂടി പിന്നീട് ഭരണം തുടരുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതേ പഞ്ചായത്തില് CPMന്റെ സീറ്റ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം, വെറും 1 മാത്രമാണ്. അതായത് മുമ്പ് SDPക്ക് എത്രയായിരുന്നു സീറ്റ്, അതിലേക്ക് CPM ഒതുങ്ങിക്കൊണ്ട് SDPI ഇത്തവണ 3 സീറ്റിൽ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ പരസ്യമായും രഹസ്യമായും എല്ലാം SDPI ബാന്ധവം തുടരുന്ന പരിപാടിയാണ് കേരളത്തിലുടനീളം ഈ CPM സ്വീകരിച്ചു വരുന്നത്. ഇത്തവണ ഈ SDPക്കാർ തന്നെ വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കോട്ടാങ്ങൽ മോഡൽ എന്ന് അവർ ഉദ്ദേശിച്ചത് കഴിഞ്ഞ മോഡലാണോ പുതിയ മോഡലാണോ? കാര്യം പുതിയ മോഡലിൽ UDF പരസ്യമായി അവരെ പിന്തുണയ്ക്കും എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ CPM വെറും ഒരു സ്ഥാനത്തേക്ക് ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിപ്പോയ സമയത്ത് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 5 സീറ്റിൽ വിജയിച്ചു നിൽക്കുന്ന UDFന് വിജയിക്കാൻ സാധിക്കത്തില്ല, കാര്യം ഭരിക്കാൻ സാധിക്കത്തില്ല. അവിടെ വലിയ ഒറ്റകക്ഷിയായിട്ട് BJP എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ SDPയുടെ പിന്തുണയോടുകൂടി മാത്രമാണ് ഇത്തവണ UDFന് ഭരിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്തവണത്തെ കോട്ടാങ്ങൽ മോഡൽ UDFന് അനുകൂലമാണ്. അതുകൊണ്ട് അവരത് വ്യക്തമാക്കേണ്ടതുണ്ട്. കോട്ടാങ്ങൽ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് UDFുമായിട്ടാണോ, ഇത്തവണത്തെ പോലത്തെ ബാന്ധവമാണോ, കഴിഞ്ഞ തവണത്തെ പോലെ LDFുമായിട്ടാണോ ബാന്ധവം വ്യക്തമാക്കണം. മറ്റൊന്ന്, പത്തനംതിട്ട നഗരസഭയിലും ഇതേപോലെ തന്നെ LDF ഭരിച്ചത് SDPI പിന്തുണയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന വലിയ വായ്ത്താളം അടിക്കുന്ന നേതാക്കന്മാര് ഈ വർഗീയത തുലയട്ടെ എന്ന് പറയുന്ന സമയത്ത് ഇത്തരം കേന്ദ്രങ്ങളിലൊന്നും തുലയേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ് പരസ്യമായി. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങളാണ് തിരിച്ചറിയേണ്ടത്. അതിനനുസരിച്ചൊരു മാറ്റം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഷെയറില് BJPയുടെ വോട്ടിംഗ് ഷെയർ വർദ്ധിക്കുന്നു എന്നുള്ളത് ഈ 2 മുന്നണികളുടെയും കപടത ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ജനങ്ങളെ പരസ്യമായി തിരിച്ചറിയുന്ന ജനങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ഭീകരരോടും ഞങ്ങൾ ചേർന്ന് നിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇരു മുന്നണികളും നടത്തുന്നത്. SDPയുടെ സമീപനം അല്ല നമ്മൾ നോക്കേണ്ടത്, ഇരു മുന്നണികളുടെയും സമീപനമാണ്. എവിടെയാണ് ഇവർ ഈ വർഗീയത എതിർക്കുന്നത് എന്നുകൂടി പരസ്യമായിട്ട് ഇവർ പറയാൻ തയ്യാറാണ്. BJP ചെയ്യുന്നതാണ് വർഗീയത എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അതോ ഹമാസിനെ വെള്ളപൂശുന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒപ്പം നിൽക്കുന്നതും എല്ലാം മതേതരത്വമാണ് എന്ന് വിശ്വസിക്കുകയാണ് എന്ന് പരസ്യമായി 2 കൂട്ടരും സമ്മതിച്ചാൽ മതി. SDPI ജനാധിപത്യ സംഘടനയാണെന്നും അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്നും ഞാൻ ഇന്നലെ വരെ അവർ നടത്തിയ ഭീകര പ്രവർത്തനങ്ങളെല്ലാം എന്താണ് പറയുന്നത്, അത് ദേശത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നൊക്കെ പുതിയ പത്രസമ്മേളനത്തിൽ MV ഗോവിന്ദനും VD സതീശനും ഒക്കെ പ്രഖ്യാപിച്ചാൽ മതി പരസ്യമായിട്ട്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ശ്രീ അരുൺ മോഹൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്